ഒക്കെ അഭിനയിച്ചത്. അപ്പം അത് ഇതുപോലെ തന്നെ അതൊരു മൾട്ടിസ്റ്റാർ സിനിമയാണ്. ഇതുപോലെ തന്നെ ഒരു ബാങ്ക്, അതിലേക്ക് വരുന്ന ഒരു 5-6 ആൾക്കാരും ചേർന്ന്, അപ്പൊ അതുമായിട്ട് അതിന്റെ പറ്റി ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയാണോ അതെയോ? അല്ല, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു റൈറ്ററായ പ്രശാന്ത് എൻ്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പത്രവാർത്തയെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിലൊരു സിനിമയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ 3 പേരും ചേർന്ന് ഇത് ഒരു കഥ രൂപപ്പെടുത്തി. അപ്പം ദിനേശ് സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ആരെ ഇതിൽ അഭിനയിപ്പിക്കാമെന്ന് ആലോചിച്ച സമയത്ത് ധ്യാനിന്റെ അടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു. ധ്യാനിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞപ്പോൾ ധ്യാനിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് പ്രൊജക്ട് ഉണ്ടാകുന്നത്. അപ്പൊ ബേസിക്കലി ഇത് മറ്റ് സിനിമകളിൽ നിന്നും വന്നതല്ല. ബേസിക്കലി ആ പത്രവാർത്തയിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള തോട്ടുകൾ ആലോചിക്കുമല്ലോ. അപ്പൊ ഒരു ലൈനിൽ ആ തോട്ട് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലെ ഒരു നോട്ടാണ്. ആ നോട്ടിൽ നിന്നാണ് ബാക്കി തുടക്കം. പിന്നെ പക്ഷെ ഇത് റിയലിസ്റ്റിക് ആയി ആ കഥയുമായി ബന്ധമല്ല, ആ നോട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നീട് ഇത് കൊമേഴ്ഷ്യലി കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന പോലെ ഇതിന്റെ സ്ക്രീൻ പ്ലേ മാറ്റിയിട്ടുണ്ട്. ഈ കണ്ണൂർ സ്കോഡൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഈ ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഫ്രം ദ റൈറ്റർ ഓഫ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുമ്പോൾ അത് ഈ ഇറങ്ങുന്ന സിനിമകൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഒക്കെ ആക്കുന്നുണ്ട്, അഭിനയിക്കുന്ന സിനിമകൾ അടക്കം. അതുകൊണ്ട് ആരും വിളിക്കുന്നില്ല. അല്ല, കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് ആ ഒരു ടാഗ് റൈറ്റർ ഓഫ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്നത്. അഭിനയിക്കുന്ന സമയത്ത് ഇതിനുശേഷം ആരും വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ റെസ്പോൺസിബിൾ ആവും? സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന വലിയ ഡയറക്ടേഴ്സ്, സാറിനെ പോലത്തെ ഡയറക്ടേഴ്സ് സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഡൈഹാർഡ് കണ്ടിട്ടാണ് ജിത്തു ജോസഫിന് ആദ്യമായി സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, ഈ ക്രൈം ഹേസ്റ്റ് സിനിമകളൊക്കെ. അപ്പോൾ ഈ ധൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറേ ഹേസ്റ്റുകൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം. ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ റിയാലിറ്റി ഒരു സാധ്യത ഉണ്ടാവുമോ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് വേണ്ടില്ല, പൊതുവിൽ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ. അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞാലും ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, സ്മോക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, പിന്നെ ഞാൻ ഇതേപോലെ സിനിമയിൽ ഇപ്പം ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ലേ, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ബസ്റ്ററാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് കൊടുത്തിരിക്കും. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്, ഒരു ഇന്റർവെല്ലിൽ ഒരു പഞ്ച് വേണം, സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ ആരംഭിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റിലേക്ക് പോകണം. ആ ഒരു ഫോർമുലയിലാണ് ഒട്ടുമിക്ക ത്രില്ലർ സിനിമകളും വരുന്നത്. അപ്പം അതിന്റെ ഒരു ചുവട് പിടിച്ച് ഒരു 90% സിനിമകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ഫോർമുലയിൽ തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കുമോ? കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സിനിമയൊക്കെ ഡെഫിനറ്റ്ലി ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾ പ്രത്യേകിച്ച്. അപ്പൊ ആ രീതിയിൽ ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കറക്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടുപോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ, അതിന് വേണ്ടിയിട്ടൊരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനം വെക്കുന്നത്. എനിക്കൊന്നും മാത്രമേ ഉള്ളൂ തോന്നുന്നില്ലേ, നമുക്കാണ് പുറത്തുള്ള സിനിമകൾക്ക് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക, ഒരു എലിവേഷൻ, പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ അങ്ങനെ ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാവും. ധ്യാൻ ചേട്ടാ
ഇപ്പോൾ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന നടന്മാരിൽ ഇപ്പം ധ്യാൻ ചേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പട്ടം ഉണ്ടല്ലോ. അപ്പൊ നിലവിൽ ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമില്? കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ പടം, പിന്നെ ഓമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അത്യാവശ്യത്തെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. അപ്പൊ ഒരു 10 വർഷം കൂടെ ഇങ്ങനെ പോകും. പോവും, കുറച്ച് വർഷം പോവും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നല്ല മനുഷ്യനായിട്ട് അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി. ഷാജോനോട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ സംവിധാനമൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട സമയമല്ലേ, ഈ സിനിമ സംവിധാനം ചെയ്ത് ഭയങ്കര തെറ്റായ തീരുമാനമായി പോയി എന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ റിയൽ ലൈഫിൽ ഏറ്റവും നന്നായി ചോദിക്കാനുള്ള കാര്യം അല്ല, അത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ നമുക്ക് ചോദിച്ചല്ല. രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്ക എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഉടനെ ഒന്നും അങ്ങനെ പോട്ടെ. കാര്യം അറിയാമല്ലോ, ഒരു സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ തീരുമാനിച്ച് നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ്. ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്യാൻ പിന്നീട് ഒരു സമയം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാ എന്നിട്ട് ധ്യാനിട്ടൊരു നോട്ടം കൂടെ അതെ അതെ, ഒരു ഓണത്തിനാണ് ഞങ്ങൾ രണ്ടുപേരുടെ സിനിമകൾ വന്നത്. ലവ് ആക്ഷൻ ഡ്രാമ ധ്യാൻ ചേട്ടൻ മുഴുവൻ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അത് ഭയങ്കര വർക്കായതൊക്കെ ആയ സിനിമയാണ് സത്യമായിട്ടും. അപ്പൊ ഈ അഭിനയിക്കുന്ന സിനിമകളൊന്ന് ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2027-ലോ 27-ലോ ഒക്കെ എത്തുമോ ധ്യാൻ സിനിമ? എത്തും. അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിൽ സംവിധാനം ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. അടുത്ത വർഷം അവസാനമൊക്കെ നായകൻ ഒരാള് മനസ്സിലുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ശ്രീനിവാസൻ സാറിന്റെ എഴുത്തിൽ ഇനി ഒരു മോഹൻലാൽ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ലേ, ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചായിരുന്നു. ചിലപ്പോ ഇങ്ങനെയൊക്കെ വേറെ അറിയല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പുവായിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ അവര് തമ്മിൽ സംസാരിക്കട്ടെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരം വന്നിട്ടുണ്ടോ? അല്ല, അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ മലയാള സിനിമ ഒന്നും അധികം ഇല്ല, അതിനെ കുറിച്ച് അപ്പൂന് യാതൊരു ഐഡിയ പോലും ഇല്ല. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചത് ശേഷം നമ്മൾ ഇന്റർവ്യൂലൊക്കെ കാണുന്ന ഒരു താരം ഷാജോനാണ്. റിലീസുകളൊക്കെ ഉള്ളത് കാരണം ഇപ്പൊ റോഡിയുടെ കാര്യത്തിൽ അയാൾ ഞാനും തമ്മിലുള്ള സിനിമയിൽ ഒരു ASP ആണ് ചെയ്യുന്നത്. അപ്പൊ ASP സല്യൂട്ട് റിസീവ് ചെയ്യുന്ന സാധാരണ പോലീസ് ഓഫീസേഴ്സ് റിസീവ് ചെയ്യുന്ന പോലെയല്ല. ആ ശരീരഭാഷ മനസ്സിലാക്കി അദ്ദേഹം ചെയ്തൊരു ഷോട്ട് ഉണ്ട് ആ സിനിമയിൽ. ഇപ്പൊ ഷാജോട്ടൊക്കെ ഇപ്പൊ കുറെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഒരുമിച്ച് ചെയ്യല്ലേ, ഇതിലിപ്പോ ബോധപൂർവം ശരീരഭാഷയിലോ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള സിസ്റ്റം മനസ്സിലാക്കിയിട്ട് ചെയ്യാനോ ഒക്കെ ഇപ്പൊ അത്രയും ആത്മാർത്ഥതയോട് പറ്റാറുണ്ട് ഈ എണ്ണം കാരണം? ഇല്ല, അതൊക്കെ ഞാനങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ പോലീസ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനൊരു ചോദ്യം വന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ മാക്സിമം നമ്മളെ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ അത് സല്യൂട്ട് ആണെന്നുണ്ടെങ്കിലും, ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഓഫീസർ സല്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ നമ്മളത് മാക്സിമം അത് നോക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ അത് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പോലീസ് യൂണിഫോമിൽ അങ്ങനെ ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന് പോലീസ് യൂണിഫോം ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലും ഒക്കെ ഒരു
എന്താണ് ക്വസ്റ്റനിങ്ങിലും ഒക്കെ ആ ഒരു പോലീസിന്റെ ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ. അതൊക്കെ എന്നാൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. പിന്നെ ഇപ്പം ഇതിനു മുൻപ് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ധ്യാനോടത് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ്, നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് അത് ഒരു സിനിമ ഒരിക്കൽ ചിലപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്, പ്രൊഡ്യൂസർ ഒന്നും വിചാരിക്കുക. ചിലപ്പം നമ്മളെല്ലാവരും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത്. നമ്മൾ ഗംഭീര സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പം ജനങ്ങള് കാണാത്ത എവിടേക്കോ അങ്ങ് പോകുന്ന സിനിമകൾ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകാരാണ് വന്നിട്ടുള്ളത്, അല്ലെ? ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ആ തമിഴിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ, നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ്, നിങ്ങളുടെ ഒരു എഡിറ്റിങ്, അതെല്ലാം അതിനകത്തൊരു ഫാക്ടർ അല്ലേ? അപ്പൊ അതങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ്, നല്ല സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. ബാക്കിയൊക്കെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. അത് അതിനോടൊരു മറുപടി. ഈ വർഷങ്ങൾക്ക് ശേഷം റിലീസായി കഴിഞ്ഞപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ട്രോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് ചെയ്തൊരു നടനാണ് ധ്യാൻ ചേട്ടൻ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും മറ്റു സിനിമകളെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റാവുന്നുണ്ട്. അതിലും കൂടുതൽ ഹിറ്റാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ. ഒരു സിനിമയെ അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ട് ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, ആ കോൺഫിഡൻസ്. അതെന്തുകൊണ്ടായിരുന്നു? അങ്ങനെയല്ല, ഒരു ഫെസ്റ്റിവൽ അല്ലേ? ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മള് ഫെസ്റ്റിവലിന് ഒരു ക്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മള് നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത്. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ പറയുന്ന ആൾക്കാർ എടുക്കുന്ന സെൻസ് ഭയങ്കര അവരെനിക്ക് ഇപ്പൊ ചിത്തു അതിനുശേഷം വന്നിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഞാനിത് തമാശ പറഞ്ഞാണ്. നമ്മളൊക്കെ വെറുതെ ഒരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും, ഈ പടം എത്രത്തോളം നല്ലതാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊണ്ടൊന്നും ആ സിനിമ ഒരിക്കലും, കാരണം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പടം ഹിറ്റ് ആയിന്ന് ഇത് വന്നു, വെഡിക്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനമൊക്കെ പറഞ്ഞത്. അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷാന്തേഷത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ? അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ ഉസ്താദ് ഹോട്ടൽ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞ ഇതൊരു ഞാനൊരു ഓളത്തിന് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് എനിക്കറിയില്ല ആവേശം അതിനേക്കാളും നല്ല സിനിമ. പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമയെ താഴ്ത്തിക്കെട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്കറിയാം വർഷങ്ങൾ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ, അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു. എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ടപ്പോ ആവേശം എനിക്ക് ഇഷ്ടപ്പെട്ടു വർഷങ്ങളേക്കാൾ. അത് സത്യമല്ലേ? നമുക്ക് നമ്മളെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് തെറ്റില്ലല്ലോ.